ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന്. കർത്താവിൻ്റെ ദയ ഒത്തിരിയേറെ അനുഭവിച്ചറിഞ്ഞ കുവൈറ്റിൽ നിന്നുള്ള നേഴ്സസ് ദമ്പതികളാണ് ഇന്ന് നേഴ്സസ് ടൈം നമ്മോടൊപ്പമുള്ളത്. നമുക്കവരെ പരിചയപ്പെടാം. മോഹിത്, ശാലോം പ്രേക്ഷകർക്കായി ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായും. എൻ്റെ പേര് മോഹിത്. 2010 ഞാൻ കുവൈറ്റിലുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി. പേര് ഹണി. 2015 മുതൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്തയാൾ എയ്ഡൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7 വയസ്സായി. ഇളയാൾ ക്രിസ്, 1 വയസ്സായിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കി രൂപതയിൽ തോപ്രാങ്കുടി ഇടവകയിൽ നിന്ന് വരുന്നു. മോഹിത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായ ആ സംഭവം ഒന്ന് പങ്കുവെക്കാമോ? അതെൻ്റെ ഇളയ കുഞ്ഞ് ക്രിസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സൗഖ്യദായമായ ഒരു അത്ഭുതകരമായ ഒരു ഇടപെടലുണ്ടായതിനെ കുറിച്ചാണ്. ക്രിസ് ജനിച്ചത് 2024 ഏപ്രിൽ 28-നായിരുന്നു. പ്രീ ടൈം ഡെലിവറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ അവർ NICU ഷിഫ്റ്റ് ചെയ്തു. തുടർന്നുണ്ടായ പരിശോധനയിൽ കൊച്ചിന് ജന്മന ഹൃദയത്തിനൊരു തകരാറുള്ളതായിട്ട് അവർ കണ്ടുപിടിച്ചു. അത് ഹൃദയത്തിലേക്കുള്ള പ്രധാന 2 രക്തക്കുഴലുകൾ ഒട്ടിച്ചേർന്ന് ഒരുമിച്ച് ഹൃദയത്തിലേക്ക് വരുന്ന ഒരവസ്ഥയായിരുന്നു. 2 വാൽവിന് പകരം 1 വാൽവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് ആവശ്യത്തിന് എത്തത്തില്ലായിരുന്നു. പിന്നെ ഈ വലിയ ഒരു എമൗണ്ട് ബ്ലഡ് ഈ ഒരു രക്തക്കുഴലിലേക്ക് വരുന്നതുകൊണ്ട് ആ വാൽവും തകരാറാകാനായിട്ട് സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇതിന് പരിഹാരമായിട്ട് ഹൃദയം തുറന്നുള്ള ഒരു ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അത് വളരെ സങ്കീർണമാണെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ഒരുമിച്ചിരിക്കുന്ന ഈ 2 രക്തക്കുഴലുകളും 2ആക്കി അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കണം. ഡയഗ്നോസ് പറഞ്ഞിരുന്നു. ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതിൻ്റെ തന്നെ ടൈപ്പ് A എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അപ്പം ഇത് പരമാവധി ജനിച്ച് 1 മാസത്തിനുള്ളിൽ ഈ സർജറി നടന്നാൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏരിയ ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് മെയ് 3-ാം തീയതി കുഞ്ഞിനെ ഹൃദ്രോഗത്തിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൻ്റെ സഹായത്തോടെ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം മെയ് 6-നായിരുന്നു സർജറി. 4 മണിക്കൂർ എടുത്ത അതീവ സങ്കീർണമായിട്ടുള്ളൊരു സർജറി ആയിരുന്നു. ഹൃദയം തുറന്നുള്ളൊരു ശസ്ത്രക്രിയ ആയിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്കുകളെല്ലാം അവർ പറഞ്ഞിരുന്നു. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്നും പിന്നെ കുഞ്ഞിന് വെയിറ്റ് ആണെങ്കിലും കുറവായിരുന്നു, പ്രീ ടൈം ഡെലിവറി ആയതുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിയാറായ സമയത്തുണ്ടായ ഒരു ബ്ലീഡിംഗ് ഒക്കെ കാരണം അന്ന് നെഞ്ച് അടയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയ് 6-ന് ഹൃദയം നെഞ്ച് ശശ്വാള തുറന്നു തന്നെയായിരുന്നു ഇരിക്കുന്നത്. അപ്പം അന്ന് മുതൽ കുഞ്ഞ് വെന്റിലേറ്ററിൻ്റെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും ഓക്സിജൻ്റെയൊക്കെ സഹായത്തോടെയാണ് അവൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്നത്. അതിനുശേഷം മെയ് 8-ാം തീയതി അവർ ശശ്വാള ക്ലോസ് ചെയ്തു. അന്ന് രാത്രിയിൽ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഭയങ്കരമായിട്ട് താഴേക്ക് പോയി. പിന്നീട് നൈട്രിക് ഓക്സൈഡും ഓക്സിജനും കൊടുക്കാവുന്നതിന് മാക്സിമം അളവും വെന്റിലേറ്ററിൻ്റെയും ഈ കൃത്രിമ ജീവൻ രക്ഷാ മരുന്നുകളുടെ എല്ലാ സഹായത്തോടെയായിരുന്നു അവൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്നത്. ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്, മെഡിക്കൽ സയൻസിന് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മൾ ഏത് സാഹചര്യവും നേരിടാനായിട്ട് നിങ്ങൾ മനസ്സ് തന്നെ പാകപ്പെടുത്തണം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അത് കണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നേരത്തെ കുവൈറ്റിലുണ്ടായിരുന്നു, ഇപ്പം വേറൊരായതാണ്. അപ്പം അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോഹിത് ശക്തമായിരിക്കണം, ഒരു പ്രാർത്ഥനയും ഫലം കിട്ടാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ആ വാക്കുകൾ എനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. കാരണം ഇങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ അവൻ പറഞ്ഞു, നിന്നെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ലോകമെമ്പാടും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലും മറ്റു കൂട്ടായ്മകളിലൂടെ എല്ലാം കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നമുക്കതിൻ്റെ ഫലം കിട്ടും. പിന്നെ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു സഹോദരൻ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ വികാരിയച്ഛനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവിടെയുള്ള ഒരു സഹോദരൻ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വികാരിയച്ഛനെ കൂട്ടി കൊച്ചിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, രോഗിലേപനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മെയ് 12-ാം തീയതി ആശുപത്രി അതിരുടെ അനുവാദത്തോടു കൂടി മെയ് 12 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ദൈവം അത് ക്രമീകരിച്ച് യാദൃശ്ചികത അന്ന് തന്നെയാണ്. ഇന്ന് 1 വർഷം തികയാണ് ഈ രസകരമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിയോടുകൂടി ICUവിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ സാധാരണ കുഞ്ഞിനെ കാണുന്നത് ICUവിൻ്റെ വിൻഡോയിലൂടെയായിരുന്നു. കാരണം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകണ്ടെന്ന് കരുതി അന്ന് വരെ കുഞ്ഞിൻ്റെ അടുത്ത് കയറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അന്നാണ് അച്ഛൻ്റെ കൂടെ അവിടെ കൊച്ചിൻ്റെ അടുത്ത് പോകുന്നത്.
അപ്പം ഞാൻ ചെല്ലുന്ന സമയത്തും കൊച്ചിൻ്റെ ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ 74% ആയിരുന്നു. അത് ഈ മരുന്നുകളോടെല്ലാം കൂടിയാണ്, പരമാവധി നൽകാവുന്ന എല്ലാ മരുന്നിൻ്റെ സഹായത്തോടെയാണ് അത്ര കിട്ടുന്നത്. അപ്പോൾ അതിന് മേളിലേക്ക് വരുന്നില്ലായിരുന്നു, അതിനും താഴെ പോയിരുന്നു ഇമ്മീഡിയറ്റിന്. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് അന്ന് രാവിലെയും എന്നോട് പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ദിവസങ്ങൾ കടന്നു പോകുന്നു, കൊച്ചിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെ അതീവ ഗുരുതരമായിട്ട് തുടരുന്നു. നൈട്രിക് ഓക്സൈഡും ഓക്സിജനും എല്ലാം കൊടുത്തിട്ടും ഇത്രയും ഓക്സിജൻ സാച്ചുറേഷൻ ഇതിന് മേളിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല, 74% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛനോട് കൂടെ പോയി അവിടെ പ്രാർത്ഥിച്ചു. അച്ഛന് രോഗിലേപനം കൊടുത്തു, കൈവപ്പ് ശുശ്രൂഷ കൊടുത്തു, വീട്ടുമാമോദിസ കുഞ്ഞിന് കൊടുത്തു. അപ്പം ഞാനത് കഴിഞ്ഞ് അതുവരെ ഈ രോഗിലേപനം വീട്ടുമാമോദിസയൊക്കെ നമ്മൾ മുന്നിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഇത് കഴിഞ്ഞ് വന്നപ്പം ഞാൻ വളരെ ഒരു മാനസിക സംഘർഷത്തോടെ കടന്നു പോകുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഈ കൂദാശകൾ ഭയങ്കര സൗഖ്യദായകമായ കൂദാശകളാണ്, അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നേരത്തെ ഇത് അത്യാവശ്യ രോഗികൾക്ക് കൊടുക്കുന്ന കൂദാശകളെന്നായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങൾ അന്നേരം വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹണിയും കുഞ്ഞിനെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുവരെ. ഞങ്ങളെപ്പോഴും ഐഫിൻ്റെ വിൻഡോയിലൂടെ പോയി കൊച്ചിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഹണിയെയും കുഞ്ഞിനെയും ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. അങ്ങനെ ഞങ്ങളൊരു 5:30 ആയപ്പം വീണ്ടും ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫ് നഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ ഹണിക്ക് കുഞ്ഞിനെ അടുത്ത് പോയി കാണുവാനുള്ള പെർമിഷൻ നൽകി. ഹണി അപ്പം അടുത്ത് കണ്ടപ്പോൾ എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു വേഗം വന്ന് കുഞ്ഞിനെ അടുത്ത് നിന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഞാൻ എപ്പോൾ ചെന്നാലും ക്രിസിൻ്റെ മോണിറ്ററിലോട്ടാണ് ആദ്യം നോക്കുന്നത്. ക്രിസിനെ കാണാൻ ചെല്ലുമ്പോൾ ഇന്ന് മോണിറ്ററിലോട്ട് നോക്കിയപ്പം 81% ഓക്സിജൻ ലെവൽ 81% എന്ന് കണ്ടു. പെട്ടെന്നൊരു സന്തോഷമൊക്കെ തോന്നി. അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു അകത്ത് വന്ന് കുഞ്ഞിനെ അടുത്ത് നിന്ന് കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ചേട്ടായി പറഞ്ഞ പോലെ സർജറിക്ക് ശേഷം ആദ്യമായിട്ടാണ് കുഞ്ഞിനെ അടുത്ത് ചെന്ന് കാണുന്നത്. ഞാൻ അവിടെ ചെന്ന് നിന്നു. അപ്പോൾ ഇങ്ങനെ മോണിറ്ററിൽ ഈ ഓക്സിജൻ്റെ ലെവൽ 81, 82 എന്ന് പറഞ്ഞു ഓരോ അക്കങ്ങൾ കയറി പോകുന്നത് ഞാൻ കാണുന്നത്. ചേട്ടായി ഒന്ന് കണ്ടപ്പം 74, 75 എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഓരോ അക്കങ്ങൾ കയറുന്നതനുസരിച്ച് എന്റെ വിശ്വാസവും വർദ്ധിക്കുകയായിരുന്നു. ഈ സമയത്ത് ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നടത്തിയില്ല. ഈ 2 മണിക്കൂറിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മരുന്നിൽ യാതൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞത് നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിൽ കൂടുതലൊന്നും മാറ്റം വരുത്താനില്ല എന്ന് അവരോട് പറയുകയും ചെയ്തിരുന്നു. ഞാനവിടെ ചെന്ന് നിന്ന് ഒരു 5 മിനിറ്റിനുള്ളിലാണ് ഇങ്ങനെ ഓരോ അക്കങ്ങൾ കയറി 90, 91 എന്ന രീതിയിൽ ഓക്സിജന്റെ ലെവൽ വന്നു നിന്നു. ഇത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, നമ്മുടെ അഭിഷിക്തന്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈശോ തന്നെ അവനെ തൊട്ടതാണെന്ന്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൻ്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവൻ്റെ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കുറച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവന് ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവും മറ്റു മരുന്നുകളുടെ അളവും കുറച്ചു. 16-ാം തീയതി അവനെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് മാറ്റി. 18-ാം തീയതി കുഞ്ഞിനെ സ്റ്റെപ്പ് ഡൗൺ ഐസിയിലോട്ട് മാറ്റി. 21-ാം തീയതി ആയപ്പോഴേക്കും അവർ വാർഡിലോട്ട് കുഞ്ഞിനെ കുറഞ്ഞ ഓക്സിജൻ സപ്പോർട്ട് കൂടി മാറ്റി. വാർഡിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഫീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവനത് നന്നായി ടോളറേറ്റ് ചെയ്തു. അങ്ങനെ 27-ാം തീയതി മെയ് 27-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. മോഹിത്തെ ചോദിക്കാനുള്ളത്, വിശ്വാസത്തോടെയുള്ള വൈദികരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ തൈലം പൂശിയുള്ള പ്രാർത്ഥന, രോഗിലേപനം ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന മോഹിത്തിൻ്റെ ബോധ്യങ്ങൾ എന്തായിരുന്നു? ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. മാതാപിതാക്കൾ നല്ല ക്രിസ്തീയ വിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിലും മറ്റ് കടവുള്ള ദിവസങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും കുർബാനയിൽ പോകുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥനകളിൽ എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു. അതുപോലെ മതബോധനത്തിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വേദപാഠത്തിന് പോകുമായിരുന്നു. പിന്നെ ഇടവകയിലുള്ള മറ്റ് ഭക്തസംഘടനകളിലൊക്കെ പ്രവർത്തിക്കുക ചെയ്യുമായിരുന്നു. അങ്ങനെ മറ്റേ എല്ലാവരെയും പോലെ മിഷൻ ലീഗൊക്കെ പോലെ എല്ലാ ക്രിസ്ത്യാനികളെ പോലെയുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു എൻ്റേത്. പിന്നെ കൂദാശകൾ നമ്മുടെ അഭിഷേക്ത വഴി നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യമാണെന്നാണ് എൻ്റെ നേരത്തെയുള്ള ധാരണ. പിന്നെ വേദപാഠത്തിന് നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ രോഗിലേപനം, വീട്ടുമാമോദിസയൊക്കെ. അതിന് ശേഷം പിന്നീട് നേഴ്സിംഗ് ജോലി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ രോഗിലേപനമൊക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നത് കാണുന്നത്. പക്ഷേ അത് വളരെ അത്യാവശ്യ നിലയിലുള്ള രോഗികൾക്ക് ആണ് കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ധാരണ അവർക്ക് നല്ല മരണത്തിനെ ഒരുക്കാനായിട്ടാണ് ഈ രോഗിലേപനമുള്ള കൂദാശകൾ കൊടുക്കുന്നതെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അങ്ങനെയായിരുന്നു എൻ്റെ ധാരണ ഇരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം നമ്മുടെ
ഇത്ര സൗഖ്യദായകമായ ശക്തി ഈ കുദാശകൾക്ക് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവമാണ് അതിലെ മാറ്റം വന്നത്. അതുകൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും ഇപ്പം കൂദാശകളിൽ ആ സമയത്ത് കൂദാശ കൊടുത്തപ്പോൾ അച്ഛൻ അന്നേരം പറയുകയും ചെയ്തിരുന്നല്ലോ അല്ലേ, ഇതിന് ഒരു അത്ഭുതകരമായ സൗഖ്യ ശക്തിയുണ്ട്. അതെ അതെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിഷമിച്ചോട് നിൽക്കുന്ന കണ്ടപ്പോൾ അച്ഛനോട് പറയുകയുണ്ടായി, ഇത് വിചാരിക്കുന്നതല്ല, ഇത് വളരെ സൗഖ്യദായകമായ ശക്തിയുള്ള കൂദാശകളാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിന് കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴേക്കുമാണ് നമുക്ക് കുഞ്ഞിനെ ഈ മാറ്റം കണ്ടു തുടങ്ങിയത്. അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ ദിവ്യബലിയാണെങ്കിലും നമ്മൾ ഈ കുദാശകളിലൊക്കെ കുറച്ചുകൂടെ ബോധ്യത്തോടെയും വിശ്വാസത്തിൽ നമ്മൾ ഒരു പടി കൂടി ഉയർന്നതായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നു, നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കൂദാശകൾ ജീവന്റെ നീർച്ചാലുകളാണ്. ഇപ്പം എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് ക്രിസ്റ്റിൻ്റെ കാര്യത്തിൽ ഈ കുദാശകളിലൂടെ ജീവന്റെ നീർച്ചാലുകളായിട്ടാണ് കുദാശ അവനിലേക്ക് വന്നത്. അത്ര പെട്ടെന്നായിരുന്നു അവന് ഉണ്ടായ ആ ഒരു മാറ്റം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം. അടുത്തത് എനിക്ക് ഹണിയോട് ചോദിക്കാനുള്ളത്, ഹണി, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് മക്കള്, ഉദരഫലം ദൈവത്തിൻ്റെ ഒരു സമ്മാനം. ഈ ഒരു വേദനയുടെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഒത്തിരി പ്രാർത്ഥനയിലൂടെയൊക്കെ ലഭിച്ച കുട്ടിയാണല്ലോ ക്രിസ്. അപ്പോൾ ഈ ഒരു വേദനയുടെ കാലഘട്ടത്തിൽ കടന്നു പോയപ്പോൾ ഈശോയായിട്ടുള്ള ബന്ധം എനിക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ചേട്ടായി പറഞ്ഞ പോലെ ഒരു ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് സന്ധ്യാപ്രാർത്ഥനകളും ദിവ്യബലികളും ഞായറാഴ്ചയുള്ള ദിവ്യബലികളൊന്നും ഞാനും മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. മാതാപിതാക്കൾക്ക് നിർബന്ധമായിരുന്നു. ഒരു നോർമലായിട്ടുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പ്രാർത്ഥന കൂടുതൽ ആഴപ്പെടുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴും ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴും അതുപോലെ ഒരു വിവാഹം ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിയപ്പോഴൊക്കെ ആയിരുന്നു. നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടിയൊക്കെ എൻ്റെ മാതാപിതാക്കളും പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും കൂടുതൽ ശക്തിപ്പെട്ടത് വിവാഹശേഷമാണ്. അപ്പം വിവാഹശേഷമാണ് ഈ ദൈവവചനം പറഞ്ഞ് ഉരുവിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഒരു ശക്തിയും പ്രാധാന്യവും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു ദൈവവചനമാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്നുള്ളത്. യെശയ്യാ 45:2. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കരമായൊരു ശക്തി നൽകുന്ന ഒരു ദൈവവചനവും കൂടെയാണ്. അപ്പം ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയാം ഈശോ അത് നന്നായിട്ട് സോൾവ് ചെയ്ത് തരും, ആ പ്രശ്നം സോൾവ് ചെയ്ത് തരുമെന്ന് ഞാൻ ചിന്തിക്കും. ചിലപ്പോൾ ഈ വഴിയിലൂടെ ആയിരിക്കാം ഈശോ അത് സോൾവ് ചെയ്ത് തരുന്നത്, പക്ഷേ എൻ്റെ യുക്തിക്കും എൻ്റെ ബുദ്ധിക്കും അതീതമായിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും ഈശോ അത് സോൾവ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2015-ലാണ്. കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഈശോ തരുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് PCODയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മൂത്ത മോൻ എയ്ഡൻ ഉണ്ടാവുന്നത് 2017-ലാണ്. ആ സമയത്തെല്ലാം എയ്ഡിന് വേണ്ടി ഞങ്ങൾ ആ സമയങ്ങളിലുള്ള സന്ധ്യാപ്രാർത്ഥനകളിലും ദിവ്യബലികളിലും ആരാധനകളിലും എല്ലാം ഈ ഒരു നിയോഗം, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ ദൈവവചനം, ഇപ്പോൾ ബ്രദർ പറഞ്ഞ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും എന്നിങ്ങനെയുള്ള ദൈവവചനങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് എയ്ഡൻ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത്. അവനുണ്ടാവുന്നത് 2017-ലാണ്. എയ്ഡൻ ഉണ്ടായി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞും കൂടെ എന്നുള്ള ആഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കാനും തുടങ്ങി. എയ്ഡന് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ ഒരു നിയോഗം, ഒരു കുഞ്ഞും കൂടെ എന്നുള്ളൊരു നിയോഗമുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ബൈബിൾ പൂർണ്ണമായിട്ട് എനിക്ക് വായിക്കാൻ ഒരു പ്രചോദനം, സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാൻ ഒരു പ്രചോദനം ലഭിക്കുന്നത്. ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ഏറ്റവും അവസാനത്തെ വെളിപാട് വരെ ഞാൻ വായിച്ചതിന് ശേഷം 2ാമത്തെ ദിവസമാണ് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം 2023 ഒക്ടോബർ 2-ാം തീയതിയാണ്. ഒരുപക്ഷെ ക്രിസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എയ്ഡിന് ശേഷം ക്രിസ് വരാനുണ്ടായ കാലയളവ് കൂടുതലായതുകൊണ്ടാവാം ക്രിസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അത്രയും കൂടുതലായിരുന്നു. ഓരോ വർഷം ചെല്ലുന്തോറും ക്രിസിന് വേണ്ടി ഞാൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അറിയാമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ അത്രയും തീവ്രമായിട്ടായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഇപ്പം എപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഈശോയെ എനിക്ക് ആയുസ്സും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമേ എന്ന്. എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിച്ചൊരു കുഞ്ഞാണ് ക്രിസ്. ചോദിച്ചു വാങ്ങിച്ചൊരു കുഞ്ഞാണ് ക്രിസ്. ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈശോയോടാണ് ആദ്യം വന്ന് പറയുന്നത്, ഈശോയെ ഇത് നിൻ്റെ കുഞ്ഞാ, നീ തന്ന കുഞ്ഞാ എന്നാണ് ഈശോയോട് ആദ്യം പറയുന്നത്.
അപ്പം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നേടിയ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും ആരോഗ്യപരമായിട്ട് ഒരു കുഴപ്പവും വരില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അത്രയും ഇതായിരുന്നു. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഈ കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പം അതിഭയങ്കരമായിട്ട് ഞാൻ തകർന്നുപോയി. ആ സമയത്ത് കുഞ്ഞ് സർജറിയുടെ ടൈമിലോ അല്ലെങ്കിൽ കുഞ്ഞ് ക്രിട്ടിക്കലായിരുന്ന സമയത്തോ ഒന്നും എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സാധിച്ചിരുന്നില്ല. പരിഭവങ്ങളായിരുന്നു എപ്പോഴും. ഈശോയെ ഇതെന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ ഇതിനു വേണ്ടിയല്ലോ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയല്ലല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു. ചേട്ടായി പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു 2 ദിവസത്തേക്ക്. ഒരു നേഴ്സിൻ്റെ രീതിയിൽ ബ്രദറിന് അറിയാമല്ലോ, കുഞ്ഞിൻ്റെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല അവൻ പേസ് മേക്കറിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു അവൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം അതിഭയങ്കരമായ ഒരു മാനസിക ക്ലേശമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം ഞാനിങ്ങനെ പരിഭവം പറയുമ്പോഴെല്ലാം ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന ദൈവവചനം എൻ്റെ മനസ്സിലോട്ട് കയറി വരുമായിരുന്നു. അപ്പോഴൊക്കെ ഒരു സമാധാനം എനിക്ക് ലഭിക്കുമായിരുന്നു. എങ്കിലും പ്രാർത്ഥനയിലോട്ട് എനിക്ക് പൂർണ്ണമായിട്ടും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ചേട്ടായി പറഞ്ഞ പോലെ മെയ് 12 ഈശോ അവനെ തൊട്ട് അവൻ്റെ ആ ഒരു സൗഖ്യം ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയോട്ട് വരാനും വിശ്വാസത്തിൽ മുമ്പോട്ട് വരാനും എനിക്ക് സാധിച്ചത്. ഈ ഒരു ദൈവിക ഇടപെടലിന് ശേഷം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തായിരുന്നു? തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ സാധാരണ പോലെ ഒരു ദിവ്യബലിക്ക് പോവുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ശേഷം നമ്മൾ കൂടുതൽ ആഴമായൊരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ കുറച്ചുകൂടെ ഒരുങ്ങി കൂടുതൽ ഒരുക്കത്തോടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു പ്രാർത്ഥനയും ഉത്തരം കിട്ടാതെ പോയിട്ടിരുന്നുള്ള അവൻ്റെ ആ വാക്കുകളും അതിനുശേഷം ഉണ്ടായ എൻ്റെ അനുഭവം എനിക്കൊരു നല്ല ബോധ്യം തന്നു. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കൂടുതലൊരു ബോധ്യമായി. അപ്പോൾ അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനകളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ കൂടുതൽ അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊണ്ട് അത് മറ്റു കുദാശകളിലാണെങ്കിലും നന്നായിട്ട് ഒരുങ്ങി അത് പങ്കെടുക്കാനും കുദാശകൾ സ്വീകരിക്കാനും ഒക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസമുള്ള പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും നേരത്തെ ഏതെങ്കിലും കാരണവശാൽ അത് മുടങ്ങിയാൽ നമുക്ക് ഉണ്ടാകുന്ന കൂടുതലൊരു സങ്കടം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈശോയായിട്ടുള്ള ബന്ധത്തിനൊരു ഉടവ് വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സങ്കടം നമുക്ക് കുറച്ചും കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഉള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ ഒരുപടി കൂടി മുന്നോട്ട് പോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനകളൊക്കെ എങ്ങനെ പോകുന്നു? കുടുംബ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങൾ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കുഞ്ഞിനെ ആണെങ്കിലും ഏടനെ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ആദ്യം തുടങ്ങുന്നത് ഒരു പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. അവസാനിപ്പിക്കുന്നത് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഏടനെയും ഞങ്ങൾ അതിനകത്ത് പങ്കെടുപ്പിക്കുന്നുണ്ട്. അതുപോലെ കൊന്തയിലെ ഒരു രഹസ്യം, 2ാമത്തെ രഹസ്യം ഏടനാണത് ചെല്ലേണ്ടത്. പിന്നെ വേദപാഠ ക്ലാസ്സിൽ പറയുന്ന ദൈവവചനങ്ങളെല്ലാം അവനെ മനഃപ്പാഠമാക്കി അങ്ങനെയും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഇപ്പോഴേ തന്നെ ഒരു അടിത്തറ നൽകണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അവനെ ഇപ്പോൾ വളർത്തുന്നത്. ദൈവവചനം എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? തന്റെ തൂവകൾ കൊണ്ട് അവിടെ നിന്നെ മറിച്ചുകൊള്ളും, തന്റെ ചെറുകൾ കീഴിൽ അവിടെ നിന്നെ കാട്ടുകൊള്ളും. സങ്കീർത്തനം 91:4. എന്റെ അമ്മേ, എന്റെ ഹസ്നമേ. വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ദൈവവചനങ്ങൾ പഠിക്കണം കേട്ടോ, ക്രിസ്ത്യനെയും പഠിപ്പിക്കണം. മോഹിത് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ജോലി മേഖലയിൽ ഒക്കെ എന്തെങ്കിലും വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ജോലി മേഖലയിൽ വന്നുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാറുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടുതൽ തുടങ്ങിയത് ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രി വന്ന ശേഷമാണ്. നേരത്തെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നേഴ്സസ് മിനിസ്ട്രി വന്ന് ഞങ്ങളെ ആരെ അറിയില്ലാത്ത ഒത്തിരി പേര്, ലോകമെമ്പാടുള്ള ഒരുപാട് പേര് അറിയുന്നവരും അറിയാത്തവരും ഞങ്ങൾ ക്രിസ്ത്യന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ബോധ്യമാണ്, ഒരു അനുഭവമാണ്. അപ്പോൾ അതിനുശേഷം ഞാനും ഇതുപോലെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടി കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ തുടങ്ങി. അതുപോലെ പിന്നെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനകൾ, പ്രത്യേക ദിവസങ്ങൾ, ഉയർപ്പ് തിരുനാളുണ്ട്, പന്തക്കുസ്ത തിരുനാളുണ്ട്, ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഒരുക്കമായിട്ട് പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ അതിനെല്ലാം പങ്കെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.
ഒരു പടി കൂടി നമ്മുടെ വിശ്വാസം അല്ലെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ഉയർത്തുന്നതിന് നേഴ്സസ് മിനിസ്ട്രി എന്തായാലും തീർച്ചയായിട്ടും അത് സഹായിക്കും. ഞാനിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡീൽ ചെയ്യുന്നത് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ആൺപിള്ളേരെയാണ്. ചില 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പിള്ളേർ അസുഖമൊന്നും കാണത്തില്ല, എന്നാലും നമ്മുടെ അടുത്ത് വന്ന് വയറുവേദനയോ തലവേദനയോ അല്ലെങ്കിൽ അടുത്തിരുന്നയാൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതികളായിട്ട് വരാറുണ്ട്. അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയല്ല വരുന്നത്, അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് പറയാനും. കാരണം അത്രയും നേരം അമ്മമാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കരുതലും ഒരു സ്നേഹത്തിനൊക്കെ വേണ്ടിയാണ് അവർ വരുന്നതെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി ഒരു സ്നേഹത്തോടു കൂടിയും ഒരു കരുതലോടു കൂടിയും, ചിലപ്പോൾ അവർക്കൊരു നമ്മുടെ സ്നേഹപൂർവ്വമായ ഒരു തലോടലായിരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നോടെ ഒന്ന് എൻ്റെ ഇടപഴകാനും ഒക്കെ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് സാധിക്കുന്നുണ്ട്. എയ്ഡന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിൾ വചനം ഏതാ? തൻ്റെ തൂവകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും, തൻ്റെ ചെറുകുരു കീഴിൽ അവിടെ നിന്നെ കാട്ടുകൊള്ളും. സങ്കീർത്തനം 91:4. ഷുഗർ ജപം എൻ്റെ അമ്മേ എൻ്റെ ആസനമേ. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഒത്തിരി ദൈവവചനങ്ങൾ പഠിക്കണം, നമ്മുടെ ക്രിസ്ത്യനെയും പഠിപ്പിക്കണം കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് നൽകിയ സഹനങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ദൈവം അനുവദിക്കുന്ന ഓരോ സഹനങ്ങളും അവിടുത്തെ സാക്ഷികളായി ജീവിക്കേണ്ടതാണ്. ഈ കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.